ഹലോ കൂട്ടുകാരെ, നല്ലൊരു ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഒരുമിച്ചുണ്ടാക്കി നോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചിക്കൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകുന്നതിനായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി 3 വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പ്, ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഹോം മെയ്ഡ് ഗരം മസാലയാണ്, കാശ്മീരി ചില്ലി പൗഡർ. ശേഷം ഒരു ഇടികല്ലിലേക്ക് ഇഞ്ചി ചെറുതായി നുറുക്കി ചേർക്കുക, എന്നാലേ വേഗം ഇടിച്ചെടുക്കാൻ പറ്റൂ. ഒരുപാട് പേസ്റ്റ് പരുവത്തിൽ ഇടിക്കണ്ട. ജീരകം, വെളുത്തുള്ളി, കരിവേപ്പില കഴുകി കുടഞ്ഞ് ഊരിയിടാം. കരിവേപ്പിലയിൽ പുഴുക്കളൊക്കെ കാണും, മഴയല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ഉള്ളി കിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ ചെറു ഉള്ളി കിട്ടുവാണെങ്കിൽ അതൊരു 4-5 എണ്ണം ചേർത്തു. ഒരു പേസ്റ്റ് പരുവത്തിലാവണ്ട, ഒന്ന് ചതച്ചൊരു 80% മാത്രം ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇറച്ചിയിലേക്ക് ചേർക്കാം. കൈ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനൊരു 15 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. എന്നാൽ ഇറച്ചിയിലെല്ലാം ഒരേപോലെ ഈ മസാലയെല്ലാം പിടിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചിലയിടത്ത് പിടിക്കും, ചിലയിടത്ത് പിടിക്കത്തില്ല, അങ്ങനെയായിപ്പോവും. ഇറച്ചിയുടെ അകവശം സ്മൂത്ത് ആവുന്നതിനായിട്ടാണ് തൈര് ചേർക്കുന്നത്. തൈരും ചേർത്ത് കുഴച്ച് ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ വെക്കാവുന്നതാണ്. ഉണ്ടാക്കുന്ന സമയം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. ചിക്കൻ്റെ പുറഭാഗം നല്ല മൊരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. കോക്കനട്ട് ഓയിലിൽ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ലെഗ് പീസ് എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാവുന്നതാണ്. സ്ഥലപരിധി ഉണ്ടായതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ ഇടുന്നുള്ളൂ. തിരിച്ചിട്ടും പൊരിക്കാം. കണ്ടോ, ഒരു കോഫി കളറായത്? കരിഞ്ഞു പോയതല്ല, എൻ്റെ ക്യാമറയുടെ ഒരു എഫക്റ്റ് കൊണ്ട് അങ്ങനെ കാണുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റും നമുക്ക് ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു 2 കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും കീറി നമുക്കിതിന് മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ മൊരിഞ്ഞ് ഈ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുത്തിട്ട് വീണ്ടും ഈ 4 ലെഗ് പീസ് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ടിഷ്യൂ ഇട്ട് ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റുക. ഒരുപാട് എണ്ണ ഉണ്ടാവും, അതിൽ കുറച്ചൊക്കെ അതിൽ ടിഷ്യൂവിൽ ഊറിപ്പൊക്കോളും. നല്ല അടിപൊളി രുചികരമായ ചിക്കൻ ലെഗ് പീസ് ഇവിടെ തയ്യാറായി. നിങ്ങളും ഉണ്ടാക്കി നോക്കി കമൻറ്റും അഭിപ്രായവും സബ്സ്ക്രൈബ് മറക്കല്ല.